بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിക്കുകയും അതിനോട് കൂറുപുലർത്തി സച്ചരിതരായ സത്യവിശ്വാസികളായി ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും അവിടെ റബ്ബും മലക്കുകളും അണിയായി നിൽക്കുകയും നരകം കൊണ്ടുവരപ്പെടുകയും തുടർന്ന് വിചാരണ നടത്തുകയും ചെയ്യുന്ന രംഗമാണ് കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത്. വിചാരണ 3 തരത്തിലാണ്. അതിൽ ഒന്ന് കഠിനമായ വിചാരണ, കാഫിറുകളെയും മുനാഫിക്കുകളെയും കാത്തിരിക്കുന്നു. പരസ്യമായി ബഹുജനങ്ങൾക്കിടയിൽ അവഹേളിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് വിചാരണ നടത്തുന്ന ഒരു രംഗമാണ്. അവർക്ക് ഇടത് കൈയിൽ പിറകിലൂടെയാണ് ഏടുകൾ നൽകപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത് സത്യവിശ്വാസികളായ ആളുകൾ അവർക്ക് മുന്നിലൂടെ വലത് കരത്തിൽ ഏട് നൽകുകയും ലളിതമായ വിചാരണ എന്ന് പറഞ്ഞാൽ അവരുടെ അമലുകൾ പ്രദർശിപ്പിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. തെറ്റുകളാകട്ടെ കാണിച്ചു കൊടുക്കും, പരസ്യപ്പെടുത്തുകയില്ല. അള്ളാഹു ദുനിയാവിൽ മറച്ചുവെച്ചതുപോലെ പരലോകത്ത് അവർക്ക് മാപ്പ് നൽകുന്ന രംഗം. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവർക്ക് വിചാരണ തന്നെയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് വഅദനി 70 അൽഫൻ, 70,000 ആളുകളുടെ കാര്യത്തിൽ എനിക്ക് വാക്ക് ലഭിച്ചിട്ടുണ്ട്. മഅ കുല്ലി അൽഫിൻ 70 അൽഫൻ, ആ 70,000-ൽ ഓരോ 1000-ന്റെ കൂടെയും വീണ്ടും 70,000 ആളുകൾ. ഇപ്പൊ കേവലം 70,000 അല്ല, 70,000-ൽ 70 ആയിരങ്ങളുണ്ടല്ലോ. ആ 70 ആയിരങ്ങളുടെ കൂടെയും മറ്റൊരു 70,000, അത്രയും ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് വാക്ക് ലഭിച്ചിട്ടുണ്ട്. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന കെയ്യ് ചികിത്സ, അതാ ചൂട് ചികിത്സ ചെയ്യാത്ത, പക്ഷിലക്ഷണങ്ങൾ നോക്കാത്ത യഥാർത്ഥ സത്യവിശ്വാസികളായ, മന്ത്രങ്ങൾ ആവശ്യപ്പെടാത്ത ആളുകൾക്കാണ് അപ്രകാരമുള്ള മഹാഭാഗ്യം ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ആദ്യം 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പഠിപ്പിച്ചു. ഹദീസിൽ കാണാം, ഫസ്തസത്തു റബ്ബി, എൻ്റെ റബ്ബിനോട് നീ വർദ്ധിപ്പിച്ചു തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. റബ്ബെ, കുറെ കൂടുതൽ ആളുകൾക്ക് നീ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരം കൊടുക്കണേ. ഫസാദനി, അപ്പോൾ അള്ളാഹു എനിക്ക് വർധനവ് നൽകി. മാ കുല്ലി വാഹിദിൻ 70 അൽഫ, ഓരോരുത്തരുടെ കൂടെയും 70,000. മറ്റൊന്നങ്ങനെയാണ്. അപ്പോൾ ഓരോ 1000-ന്റെ കൂടെയും എന്നൊരു റിപ്പോർട്ടും ഓരോരുത്തരുടെ കൂടെയും, ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ഈ വിഭാഗത്തിൽ ഉൾപ്പെടാൻ ഭാഗ്യം ലഭിക്കും. അത്രമാത്രം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിചാരണയ്ക്ക് ശേഷം
മഹ്ശറിലെ ദുഷ്കരമായ ആ നൃത്തത്തിന് ശേഷം പിന്നീട് തുലാസുകൾ സ്ഥാപിക്കപ്പെടും. മീസാൻ എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരിക പ്രയോഗങ്ങളാണ് എന്നും മറ്റുമൊക്കെ ചില വ്യതിയാന കക്ഷികളും അവരുടെ പണ്ഡിതന്മാരുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രമാണങ്ങൾ പരിശോധിച്ചാൽ ശരിക്കും അനുഭവവേദ്യമാകുന്ന, നേർക്ക് നേരെ കാണാവുന്ന, മനസ്സിലാക്കാവുന്ന തരത്തിൽ 2 തട്ടുകളും ഒരു നാക്കുമുള്ള ഒരു തുലാസ് എപ്രകാരം എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അത് മഹ്ശറിൽ ചെല്ലുമ്പോൾ മാത്രമാണ് തനതായ രൂപത്തിൽ കാണാൻ കഴിയുക. നമ്മുടെ അമലുകൾ തൂക്കുന്നതിനു വേണ്ടി മഹ്ശറിൽ സ്ഥാപിക്കുമെന്നുള്ളതാണ് അടുത്ത ഭാഗം. അഹ്ലുസുന്നയുടെ ഇമാമുകൾ മുഴുവൻ പറഞ്ഞത് ഹുവ മീസാൻ ഹഖീഖി, അത് യഥാർത്ഥത്തിലുള്ള ഒരു തുലാസാണ്. ലഹു കഫതാനി യളഅഹു അല്ലാഹു അസ്സ വജൽ, അതിന് 2 തട്ടുകളുണ്ട്. ആ തട്ടിൽ അല്ലാഹു വെക്കും യൗമൽ ഖിയാമ, അന്തിമ നാളിൽ. എന്തിനാണ്? ലി വസ്നി അഅമാലിൽ ഇബാദ്, അവന്റെ അടിമകളുടെ അമലുകൾ തൂക്കി നോക്കുന്നതിനു വേണ്ടി. വഹുവ മീസാനുൻ ദഖീഖ്, അത് സൂക്ഷ്മമായ ഒരു തുലാസാണ്. പൊന്നു തൂക്കുന്നതിനേക്കാളും കൃത്യമായിട്ട് അമലുകൾ തൂക്കാൻ പറ്റിയ ഒരു തുലാസാണ്. അത്രയും സൂക്ഷ്മതയുള്ള ഒരു തുലാസാണ്. ലാ യസീദു വലാ യൻഖുസ്, അതിൽ തൂക്കം കൂടിപ്പോവുകയോ കുറഞ്ഞു പോവുകയോ ഇല്ല. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും കൃത്യമായ അളവിൽ. വലാ യഖ്ദിറു ഖദ്റ ഹാദൽ മീസാൻ ഇല്ലല്ലാഹ്, അതിന്റെ ശരിയായ രൂപവും കണക്കും പോരിശയും അത് അല്ലാഹു അല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. എങ്ങനെയുള്ളതാണ് ആ മീസാൻ എന്ന് ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു തുലാസുമായി തുലനം ചെയ്തുകൊണ്ട് നമുക്ക് നിർണ്ണയിക്കാൻ സാധ്യമല്ല. പക്ഷേ നമ്മുടെ അമലുകൾ കണിശമായും കൃത്യമായും തൂക്കുന്ന ഒരു രംഗം, അതാണ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുത്തൂക്കം, മിസ്ഖാലു ദർറ, ഉറുമ്പിന്റെ കാലിന്റെ തൂക്കം. ഒരു ഉറുമ്പിന്റെ കാലിന്റെ തൂക്കം പോലും അതിൽ തൂങ്ങും, നന്മയാണെങ്കിലും ശരി തിന്മയാണെങ്കിലും ശരി. അങ്ങനെ തൂക്കിയതിനു ശേഷം ആ അമലുകൾക്കനുസരിച്ചാണ് പിന്നീട് നമ്മുടെ സ്വർഗമോ നരകമോ നിർണയിക്കപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും. കിതാബിൽ, ഖുർആനിൽ, സുന്നത്തുകളിൽ, ഇജ്മായിൽ എല്ലാം സ്ഥിരപ്പെട്ട സംഗതിയാണ് മീസാൻ എന്നുള്ളത്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ സഖലത് മവാസീനു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത് മവാസീനു ഫഉലൈക الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. സൂറത്തുൽ അഅറാഫ് 7-ാമത്തെ സൂറത്തിലെ 8-9 ആയത്തുകൾ. അന്നേ ദിവസമുള്ള തുലാസ്, തൂക്കം എന്ന് പറയുന്നത് സത്യമാണ്. വൽ വസ്നു യൗമഇദിൻ ലഹഖ്, അത് വാസ്തവമാണ്. അന്ന് ആരുടെ തുലാസിലാണോ ഖനം തൂങ്ങുന്നത്, നന്മകൾ ഖനം തൂങ്ങുന്നത്, ഫമൻ സഖുലത് മവാസീനു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അപ്പോൾ അവർ മാത്രമാണ് വിജയികൾ, അവർ തന്നെയാണ് വിജയികൾ. വമൻ ഖഫ്ഫത് മവാസീനു, ആരുടെ തുലാസുകൾ നന്മയുടെ ഭാഗം ഖനം കുറയുന്നുവോ, ഫഉലൈക الذين خسروا أنفسهم, അവർ അവരുടെ സ്വയം നഷ്ടം വരുത്തി വെച്ചവരാണ്. ദുനിയാവിൽ അള്ളാഹു നൽകിയ അവസരം മുഴുവൻ പാഴാക്കിയവരാണ്. സ്വന്തമായി നഷ്ടം വരുത്തി വെച്ചവർ. വേറെ ആരുടെയെങ്കിലും കുഴപ്പം കൊണ്ടല്ല നമ്മുടെ തുലാസിൽ ഖനം കുറഞ്ഞു പോകുന്നത്, നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. ഒരാളുടെ ന്യൂനത വേറൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ പറ്റില്ല. നമ്മുടെ തുലാസിലെ ഖനം വർദ്ധിപ്പിക്കാൻ സ്വന്തം മാതാപിതാക്കൾ പോലും നമുക്ക് ഒരമല് പോലും തരൂല. അള്ളാഹു എൻ്റെ ഒരു നിസ്കാരം എൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിക്കൂല. അതുകൊണ്ടാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീ, മനുഷ്യൻ സഹോദരനിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസം. വ ഉമ്മിഹി വ അബി, മാതാപിതാക്കളിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസം. വ സാഹിബത്തിഹി വ ബനി, ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ഓടിപ്പോകുന്ന ദിവസം. ഇതെവിടെ? മീസാന്റെ അടുത്താണ്. മീസാനിൽ ഇങ്ങനെ ഖനം കുറഞ്ഞു കാണുമ്പോൾ ഓരോരുത്തരും വാപ്പാനെ നോക്കും, ഉമ്മാനെ നോക്കും, മക്കളെ നോക്കും. ഭാര്യ ഭർത്താവിനെ നോക്കും, ഭർത്താവ് ഭാര്യയെ നോക്കും. എന്തിന്? എൻ്റെ അമല് കുറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ദൂരണം. നമ്മൾ ഒരുമിച്ച് ജീവിച്ച ആൾക്കാരല്ലേ, ഒരു കുടുംബമല്ലേ, അടുത്ത ബന്ധുക്കളല്ലേ. നിങ്ങളുടെ ഒരു നിസ്കാരമോ ഒരു സക്കാത്തോ ഒരു നോമ്പോ എനിക്ക് തരുമോ? ഒരാളും തരാൻ തയ്യാറാവില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ, മനുഷ്യൻ അവന്റെ സഹോദരനിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസം മീസാനിന്റെ സന്ദർഭമാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അമല് കിട്ടാൻ വേണ്ടി പരസ്പരം നോക്കും, കിട്ടൂല. ഇത് വസ്തുതയാണ്. ഇനി നമുക്ക് സൂറത്തുൽ അംബിയ 21-ാമത്തെ സൂറത്ത് അംബിയയിലെ 47-ാമത്തെ ആയത്തിൽ കാണാം, വനദഉൽ മവാസീനൽ ഖിസ്ത്, നീതി എന്ന നിലയിൽ തുലാസുകൾ സ്ഥാപിക്കും. അള്ളാഹു നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി, അതായത് അള്ളാഹു ഒരാൾക്ക് നരകം നിശ്ചയിക്കുന്നു, മറ്റൊരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. അത് നീതിയുക്തമായിട്ടാണ് അള്ളാഹു പ്രവർത്തിക്കുന്നത് എന്ന് അവന്റെ ഓരോ അടിമയും കണ്ണിൽ കണ്ടു മനസ്സിലാക്കുന്നതിന് അള്ളാഹുവിനെ തുലാസിൽ തൂക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല.
നമ്മളെ ബോധ്യപ്പെടുത്താനാണ് തുലാസ് അവിടെ വെച്ചിരിക്കുന്നത്. ആ തുലാസ് യാതൊരു കൃത്രിമത്വവും ഇല്ലാത്തതാണ് എന്ന് എല്ലാവരും സമ്മതിക്കും. അത്രയും കൃത്യമായിട്ടാണ് നമ്മുടെ മുന്നിൽ അത് വരിക. ഖിയാമത്ത് നാളിൽ നീതി അത് ഈ തുലാസുകളിലൂടെ നാം സ്ഥാപിക്കും. ഫലാ തുളമു നഫ്സുൻ ശൈആ, ഒരാത്മാവും ഒട്ടും അന്ന് അനീതി കാണിക്കപ്പെടുകയില്ല. ഇന്ന് കേടായ ഒരു തുലാസും ഉണ്ടാകൂല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകിന്റെ ധാന്യത്തിന്റെ തൂക്കമാണെങ്കിൽ പോലും അതൈനാ ബിഹാ, നാം അത് കൊണ്ടുവരും. ഒരു കടുക് എന്ന ധാന്യത്തിൽ, ഒരു കടുകുമണിയുടെ തൂക്കമുള്ള അമലാണെങ്കിൽ പോലും അത് വിട്ടുപോകൂല, നാം അത് കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ, നമുക്ക് വിചാരണ നടത്താൻ അത് മതി. ഇനി നമുക്ക് നമ്മുടെ തുലാസ് കണ്ടാൽ അറിയാം ഞാൻ സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ എന്ന്. ഈ ആയത്ത് മീസാൻ എത്രമാത്രം കൃത്യമാണ്, കണിശമാണ്, സൂക്ഷ്മമാണ് എന്ന് വ്യക്തമായി തെളിയിക്കുന്നുണ്ട്. തുടർന്ന് അള്ളാഹുവിന്റെ കൽപ്പന വരും. അങ്ങനെ മീസാൻ കൊണ്ടുവന്നതിന് ശേഷം അതിൽ 3 തരം തൂക്കലുകൾ നടക്കും. ആദ്യ പ്രധാനമായ അമലുകളാണ് നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ കർമ്മങ്ങൾ. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്, ഒരമലിന്റെ തൂക്കം പോലും കാണുമ്പം ഒരു ദിക്റും കൂടി എനിക്ക് അധികം ചെല്ലായിരുന്നു, ഒരു ഭാരമില്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ട്. മീസാൻ നിറയും. അൽഹംദുലില്ലാഹ് വ സുബ്ഹാനല്ലാഹ് തംലഉൽ മീസാൻ. ഒരാൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മീസാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോഴാണ് നമ്മൾ ഒരു ദിക്റൊക്കെ ചൊല്ലാൻ പിശുക്ക് കാണിക്കൂലേ. രാവിലത്തെ ദിക്റുകളില്ല, വൈകുന്നേരത്തെ ദിക്റുകളില്ല, നിസ്കാരം കഴിഞ്ഞാലുള്ള ദിക്റുകൾക്ക് നേരമില്ല. ഓരോ സന്ദർഭത്തിലും ദിക്റുണ്ട്. പള്ളിയിലേക്ക് കയറും ബിസ്മില്ലാ എന്ന് വിളിച്ചാൽ കയറേണ്ടത്. അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. അതുപോലും അലസമായി അവഗണിച്ചു കളയും. പക്ഷേ ഇതൊക്കെ മീസാനിൽ എത്രമാത്രം ഘനം തോന്നുന്നതാണ് എന്ന് നമ്മൾ അവിടെ വെച്ച് ചിന്തിക്കും. അന്നേരം ചിന്തിച്ചിട്ട് ഫലമില്ലല്ലോ. ഇപ്പോൾ അത് ഓർക്കണം എന്നുള്ളതാണ് പ്രധാനം. കർമ്മങ്ങളാണ് ആദ്യം തൂക്കുന്നത്, പിന്നീട് കർമ്മരേഖകൾ തൂക്കും. ഈ കർമ്മങ്ങൾ എഴുതി വെച്ച രേഖ ഉണ്ടല്ലോ, നന്മകളുടെ രേഖകൾക്ക് നല്ല ഘനമുണ്ടാകും. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് തൂങ്ങും. തിന്മകൾ കൃത്യമായ അളവായിരിക്കും, നന്മകൾ കൂടുതലായിരിക്കും. അങ്ങനെയാണ് അവിടെ ഉണ്ടാവുക. അങ്ങനെ നന്മകളും തിന്മകളും അതിൻ്റെ ഏടുകൾ തൂക്കും. അത് കഴിഞ്ഞാൽ വ്യക്തികളെ തൂക്കും. അവിടെ വ്യക്തികൾ തൂങ്ങുന്നത് ദുനിയാവിൽ പിന്നെ 80 കിലോ ഉണ്ടോ 100 കിലോ ഉണ്ടോ നോക്കിയിട്ടൊന്നും പരലോകത്ത് കനണ്ടാവില്ല. ഇവിടെ വലിയ തടിമാടന്മാരായ ആളുകളായിരിക്കും. പരലോകത്ത് തുലാസിലേക്ക് കയറ്റി വെക്കുമ്പം ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അവർക്ക് ഖിയാമത്ത് നാളിൽ ഒരു തൂക്കമുണ്ടാവുകയില്ല. അപ്പൊ അവിടെ ഖിയാമത്ത് നാളിൽ ഘനം തൂങ്ങുന്നത് തൗഹീദുള്ളവരാണ്. നമ്മുടെ ഈമാനിനും ഇഖ്ലാസിനും ഇബാദത്തുകൾക്കും അനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ ഘനം. ദുനിയാവിൽ നമ്മുടെ മെഷീനിൽ തൂക്കിയ ഘനമല്ല, പരലോകത്തിലെ മെഷീനിൽ. അവിടെ ഇബാദത്തുകൾ കൂടി നമ്മുടെ ഘനത്തെ സ്വാധീനിക്കുന്നു എന്ന് കാണാം. ഇങ്ങനെ 3 തരം തൂക്കലുകൾ അവിടെ മീസാൻ നടക്കും. അത്രയും കണിശമായി നമ്മെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് അള്ളാഹു നമുക്ക് നരകമോ സ്വർഗമോ നിർണ്ണയിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മത്തി അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സൃഷ്ടികളുടെ മുകളിലൂടെ എന്റെ ഉമ്മത്തിൽ നിന്നൊരു മനുഷ്യനെ അള്ളാഹു മോചിപ്പിച്ചു കൊണ്ടുവരും. ഫയൻസുറു അലൈഹി 99 സിജില്ല, അവന്റെ മുന്നിൽ 99 ഏടുകൾ ഇങ്ങനെ അള്ളാഹു നിവർത്തി കൊടുക്കും. കുല്ലു സിജില്ലിൻ മിസ്ലു മദ്ദൽ ബസർ, ഓരോ രേഖയും ഓരോ ഏടും അവന്റെ കണ്ണെത്തുന്ന ദൂരത്തോളം ഉണ്ടാകും. സുമ്മയഖൂൽ, എന്നിട്ട് അള്ളാഹു ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ശൈഅ, ഈ ഏടുകളിൽ എഴുതപ്പെട്ട വല്ല കാര്യവും നീ ഛേദിക്കുന്നുണ്ടോ? നീ ജനിച്ചത് മുതൽ മരിക്കാൻ കിടക്കുന്നത് വരെയും നീ എഴുതിക്കൂട്ടിയ കാര്യങ്ങളാണ് ഈ പ്രപഞ്ചം നിറഞ്ഞു കിടക്കുന്ന ഈ ഏടുകളിലുള്ളത്. അലലമക കതബതി അൽ ഹാഫിളൂൻ, എന്റെ ഹഫളത്തായ കതബത്തായ എഴുത്തുകാരായ മലക്കുകൾ നിന്നോട് വല്ല അനീതിയും കാണിച്ചിട്ടുണ്ടോ? നീ ചെയ്യാത്ത വല്ല തിന്മകളും അവർ അതിൽ കളവായി എഴുതി വെച്ചിട്ടുണ്ടോ? നീ ചെയ്ത വല്ല നന്മകളും അവർ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടോ എന്നും അവനോട് റബ്ബ് ആ നേരത്ത് ചോദിക്കും. ഫയഖൂലു, അവൻ പറയും, ലാ യാ റബ്ബി, ഇല്ല എന്റെ റബ്ബേ. ഫയഖൂലു, റബ്ബ് ചോദിക്കും, നീ ചെയ്ത ഒരുപാട് തിന്മകൾ ഇതിൽ കാണുന്നുണ്ട്. അഫലക ഉസ്റുൻ, നിനക്ക് വല്ല ഒഴിവ് കഴിവും പറയാനുണ്ടോ? വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ടോ? ഫയഖൂലു, അല്ലാഹുവിന്റെ അടിമ പറയും, ലാ യാ റബ്ബി, ഇല്ല എന്റെ റബ്ബേ. ഫയഖൂലു, റബ്ബ് പറയും, ബലാ, അതെ, ഇന്നലക ഇൻദനാ ഹസന, എന്നാൽ ഇത്രയേറെ തിന്മകൾ നിന്റെ കൂടെ ഉണ്ടെങ്കിലും നിനക്കായി നമ്മുടെ അരികിൽ ഒരു നന്മയുണ്ട്. ഫഇന്നഹു ലാ ളുൽമ അലൈക്കൽ യൗം, ഇന്നേ ദിവസം നിന്നോട് അനീതി കാണിക്കില്ല. നിന്റെ ഒരു നന്മ കൂടി ഞാൻ എടുത്തു വെക്കാനുണ്ട്, അത് എടുത്തു വെക്കാതിരിക്കില്ല. അങ്ങനെ ഫതഖ്റുജു ബിതാഖത്തുൻ ഫീഹാ, ആ തുലാസിലേക്ക് ഒരു കാർഡ് കൂടി കൊണ്ടുവരും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അവന്റെ രണ്ട് സാക്ഷ്യവാക്യങ്ങൾ ആത്മാർത്ഥമായി അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലുമാണ് എന്നുമുള്ള അവന്റെ ആത്മാർത്ഥമായ വിശ്വാസത്തെ അവസാനമാണ് കൊണ്ടുവരുന്നത്. ഫയഖൂലു, എന്നിട്ട് പറയും ഉഹ്ളുർ വസ്നക്, നീ നിന്റെ ആ തൂക്കത്തിൽ അതിനെ ഹാജരാക്കുക എന്ന് പറയും. ഫയഖൂലു, പറയും യാ റബ്ബി മാ ഹാദിഹിൽ ബിതാഖ, ഈ ഒരു ചെറിയ കാർഡിൽ, പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന കാർഡിലാണ് എന്റെ തിന്മകളുള്ളത്, ഈ ഒരു കാർഡിൽ എന്താണുള്ളത്? മാ ഹാദിഹി സിജില്ലാത്ത്, ഈ ചെറിയൊരു കാർഡ് ഇപ്പുറത്ത് വെച്ചത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടാനാണ് എന്ന് അവൻ റബ്ബിനോട് ചോദിക്കും. ഇവിടെ സിജില്ലാത്ത്, വലിയ ഏടുകൾ നിറയെ എന്റെ തിന്മകൾ കാലഘട്ടങ്ങളിൽ ചെയ്തു കൂട്ടിയത്. ഫഖാല, റബ്ബ് പറയും ഇന്നക ലാ തുദ്ലം, തീർച്ചയായും നിന്നോടൊട്ടും അനീതി കാണിക്കുകയില്ല, നീ അനീതി കാണിക്കപ്പെടുകയില്ല. ഖാല, അങ്ങനെ അത് റിപ്പോർട്ടർ പറയുകയാണ്, ഫതൂലൗ സിജില്ലാത്തു ഫീ കഫത്തിൻ, ആ ഏടുകളെല്ലാം ഒരു തട്ടിൽ വെക്കും, തിന്മയുടെ ഏടുകൾ. വൽ ബിതാഖത്തു ഫീ കഫത്തിൻ, ഒരു ചെറിയ ഏട് അഥവാ ഒരു ചെറിയ കാർഡ് അത് മറ്റേ തട്ടിലും വെക്കും. ഫതാശത്തി സിജില്ലാത്ത് വസഖുലത്തിൽ ബിതാഖ, അങ്ങനെ ആ ഏടുകളുള്ള ഭാഗം ഘനം കുറയുകയും അതേപോലെ ആ കാർഡ് വെച്ച ഭാഗം ഘനം കൂടുകയും ചെയ്യും. അങ്ങനെ ഫലാ യസ്കുലു മഅസ്മില്ലാഹി ശൈ, അല്ലാഹുവിന്റെ നാമത്തിന്റെ കൂടെ ഭാരം കൂടുന്ന മറ്റൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് കൊണ്ട് അവന്റെ ഇബാദത്തുകൾ വർദ്ധിച്ചു, അവൻ സ്വർഗാവകാശിയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് അവിടുത്തെ ഒരു രംഗമാണ്. നന്മയും തിന്മയും ഇങ്ങനെ തുലനം ചെയ്ത് നന്മയുടെ ഭാഗം വർദ്ധിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാറ്റിനെയും അതിജയിച്ച് നിൽക്കുന്ന മഹത്തായ ഒരു ഇബാദത്താണ്. ജീവിതത്തിലെ ഒരു സെക്കൻഡിൽ പോലും ഒരു സൃഷ്ടിയെ വിളിച്ചു തരാൻ പാടില്ല. ജീലാനിയെ വിളിക്കരുത്, മനമ്പത്തടിഞ്ഞ ബീവിയെ വിളിക്കരുത്, ഭീമാപ്പള്ളി ഉമ്മയെ വിളിക്കരുത്, ഉള്ളാളെ തങ്ങളെ വിളിക്കരുത്. ബീവിയാകട്ടെ, ബാബയാകട്ടെ, സിദ്ധനാകട്ടെ, വലിയാകട്ടെ, ശൈഖാകട്ടെ, റബ്ബിനോട് മാത്രം നടത്തേണ്ട തേട്ടങ്ങൾ, ഇസ്തിഗാസകൾ അത് റബ്ബിനോട് മാത്രമായിരിക്കണം. അവർക്ക് മാത്രമാണ് തുലാസിൽ ഘനം തൂങ്ങാനുള്ള ഈ മഹാഭാഗ്യം വന്നു ചേരുക എന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതേ കാര്യം മറ്റൊരു റിപ്പോർട്ടിൽ, തൂലഉൽ മവാസീൻ, തുലാസുകൾ സ്ഥാപിക്കപ്പെടും യൗമൽ ഖിയാമ, അന്തിമ നാളിൽ. ഫയുതാ ബിറജുൽ, ഒരു മനുഷ്യൻ കൊണ്ടുവരപ്പെടും. ഫയൂലൗ ഫീ കിഫത്തിൻ, അങ്ങനെ ഒരു തട്ടിൽ അവൻ വെക്കപ്പെടും. ഫയൂലൗ മാ ഉസ്സി അലൈഹി, കൃത്യമായി കണിശമായി ക്ലിപ്തമാക്കപ്പെട്ട കാര്യങ്ങളെല്ലാം വെക്കപ്പെടും. അങ്ങനെ തമായല ബിഹിൽ മീസാൻ, അവന്റെ അമലുകളുമായി അവനുമായി ആ മീസാൻ ഇങ്ങനെ ചായും. ഫയുബഅസു ബിഹി ഇലന്നാർ, അങ്ങനെ അവൻ നരകത്തിലേക്ക് ആനയിക്കപ്പെടും. ഫൈദാ ഉദ്ബിറ ബിഹി, അവനുമായി പിന്നോട്ട് വരുമ്പോൾ, ഇദാ സായിഹുൻ യസീഹു മിൻ ഇൻദി റഹ്മാൻ, പരമകാരുണ്യന്റെ അരികിൽ നിന്ന് ശബ്ദം വെക്കുന്നയാൾ യഖൂൽ പറയും, ലാ തഅജലു ലാ തഅജലു, അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകരുത്, ധൃതി കാണിക്കരുത്, തിരക്ക് കൂട്ടരുത്, അവനെ നരകത്തിലേക്ക് കൊണ്ട്, കാരണം തിന്മയുടെ ഭാഗമാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മലക്ക് വന്നിട്ട് പറയും, ധൃതി കാണിക്കല്ല, ഫൈന്നഹു ഖദ് ബഖിയ ലഹു, ഒരു ഏടും കൂടി വെക്കാൻ ബാക്കിയുണ്ട്. ഫയുതാ ബിബിതാഖത്തിൻ ഫീഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം രേഖപ്പെടുത്തിയ ഒരു ഏട്, ഒരു കാർഡ് അതിന്റെ മുകളിൽ വെക്കും. ഫതൂലു മഅ റജുലി ഫീ കിഫ, ഒരു ഭാഗത്ത് അവനും അവന്റെ കർമ്മങ്ങളും തൂങ്ങുന്നു, ഒരു ഭാഗത്ത് അവന്റെ വിശ്വാസമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൂങ്ങുന്നു. ഹത്താ യമീല ബിഹിൽ മീസാൻ, അങ്ങനെ ആ വിശ്വാസത്തിന്റെ ഭാഗം അവനെയും കൊണ്ട് തൂങ്ങും. അങ്ങനെ അവൻ സ്വർഗാവകാശിയായി തീരും. കാരണം ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, ഒരാളും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചു, എന്ത്, ഒരു കൊള്ളി എടുത്ത് പല്ല് തേക്കാൻ ഒരു അറാക്കിന്റെ കൊള്ളി കൊണ്ടുവരാൻ പറഞ്ഞു. ഫസഇദ ശജറതൻ യഅതീഹി മിൻഹാ ബിശൈ, അങ്ങനെ ഒരു മരത്തിന്റെ മുകളിൽ അള്ളിപ്പിടിച്ച് കയറി ഒരു അറാക്ക് കൊള്ളി പൊട്ടിക്കാൻ വേണ്ടി. ഫനദറ അസ്ഹാബുഹു ഇലാ സാഖി അബ്ദില്ലാ, അപ്പോൾ സഹാബികളൊക്കെ ആ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ കണങ്കാല് കണ്ടു. ഫളഹിഖു മിൻ ഹുമൂശത്തി സാഖൈഹി, ആ കണങ്കാല് മെലിഞ്ഞതായതിനാൽ, അത് ഘനം കുറഞ്ഞതായതിനാൽ, രോഗം ബാധിച്ചതായതിനാൽ അവർ ചിരിച്ചുപോയി. വേറെ ചില റിപ്പോർട്ടിൽ അദ്ദേഹം ആ കൊള്ളി ഒടിക്കുമ്പോൾ താഴെ വീണു എന്ന് കാണും. ഒരു കാറ്റ് വന്നപ്പോൾ മറിഞ്ഞു വീണു. അദ്ദേഹത്തിന് ഒരു കാലിന് പോളിയോ ബാധിച്ചിട്ടുണ്ട്. പോളിയോ ബാധിച്ച കാലാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ അത് കണ്ടപ്പോൾ മരത്തുനിന്ന് വീണപ്പോൾ അറിയാതെ ചിരിച്ചുപോയി. സ്വഹാബികൾ ചിരിച്ചുപോയപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, മാ തദ്ഹഖൂൻ, എന്താ നിങ്ങൾ ചിരിക്കുന്നത്? ലരിജ്ലു അബ്ദില്ലാ അസ്ഖലു ഫിൽ മീസാൻ യൗമൽ ഖിയാമത്തി മിൻ ഉഹുദിൻ, അദ്ദേഹത്തിന്റെ ആ പോളിയോ ബാധിച്ച കാലുണ്ടല്ലോ, അത് ഉഹുദ് മലയേക്കാൾ ഘനമുണ്ടാകും തുലാസിൽ. അതാ ഞാൻ പറഞ്ഞത്, തുലാസിൽ കർമ്മങ്ങൾ മാത്രമല്ല തൂക്കുന്നത്, വ്യക്തിയെ തൂക്കും.
കർമ്മങ്ങളുള്ള വ്യക്തി, യഥാർത്ഥ ഈമാനുള്ള വ്യക്തിക്ക് അവിടെ തൂക്കമുണ്ടാകും. ഈമാനാണ് ഒരാളുടെ തൂക്കം വർദ്ധിപ്പിക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈമാൻ അത്രയും ഉയർന്നതാണ്. അദ്ദേഹത്തിന്റെ ആ കനം കുറഞ്ഞ കാലുണ്ടല്ലോ, അസുഖം ബാധിച്ച കാലുണ്ടല്ലോ, അത് ഉഹുദ് മലയേക്കാൾ തൂക്കമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലയഅതി റജുലുൽ അലീമുസ് സമീനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തടിയനായ വലിയൊരു മനുഷ്യൻ കടന്നു വരും. ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഊലത്തിൻ, തുലാസിലേക്ക് വെക്കുമ്പോൾ അല്ലാഹുവിന്റെ അരികിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കം പോലും അവനുണ്ടാവുകയില്ല. കാരണം എന്താ? അവന് ഈമാനില്ല, കാഫറാണ്, സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചവനാണ്, ഹറാമുകൾ ചെയ്തവനാണ്. അവന് തുലാസിൽ ഒട്ടും ഘനമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, വഖാല ഖറഉ, നിങ്ങൾ ഈ ആയത്ത് ഓതിക്കോളൂ. ഏതായത്ത്? സൂറത്തുൽ കഹ്ഫ്, 18ാമത്തെ സൂറത്ത്, സൂറത്തുൽ കഹ്ഫിലെ 105ാമത്തെ ആയത്ത്, വെള്ളിയാഴ്ച നമ്മൾ ഓതാറുള്ള സൂറത്ത്. അതിൽ അവസാന ഭാഗത്ത് 105ാമത്തെ ആയത്തിൽ കാണാം, ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, അവിശ്വാസികൾക്ക് ഖിയാമത്ത് നാളിൽ തൂക്കം നിലനിൽക്കുകയില്ല, എന്ന് തൂക്കമുണ്ടാവുകയില്ല. അന്ന് തുലാസിൽ ഘനം തൂങ്ങുന്ന ഈമാനും ഇഖ്ലാസും അമലു സാലിഹുകളും നിലനിൽക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാം മഹാഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഫൗസീകും സാനിയും വഇയ്യായ ബിതഖ്വല്ലാഹ്, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ അബ്ദിൽ മുഅ്മിൻ യൗമൽ ഖിയാമ മിൻ ഹുസ്നിൽ ഖുലുഖി. ഖിയാമത്ത് നാളിൽ അല്ലാഹു സ്ഥാപിക്കുന്ന തുലാസിൽ സൽസ്വഭാവത്തെക്കാൾ ഘനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തുലാസിൽ ഘനം തൂങ്ങണമെങ്കിൽ നമ്മുടെ സ്വഭാവം മികച്ചതായിരിക്കണം. ഹൃദയവിശാലത വേണം, സത്യവിശ്വാസികളുമായി ഇണക്കം വേണം, അതേപോലെ തന്നെ തിന്മകൾ വർജിക്കണം, മാന്യമായിട്ട് പെരുമാറണം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, നാട്ടുകാർ തമ്മിൽ ഹൃദ്യമായ പെരുമാറ്റങ്ങൾ, സൽസ്വഭാവങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ അത് പരലോകത്ത് തുലാസിൽ ഘനം തൂങ്ങാൻ കാരണമാകും. വഇന്നല്ലാഹ യുബ്ഗിലുൽ ഫാഹിഷൽ ബദീഅ, ദുസ്വഭാവികളെയും വഷളനെയും അള്ളാഹു വെറുക്കുന്നു. അവർക്ക് തുലാസിൽ ഘനം ഉണ്ടാവില്ല. അസഭ്യം പറയുന്ന ആളുകൾക്കാണ് ബദീ എന്ന് പറയാം. മനസ്സിലായി? അധർമ്മം പ്രവർത്തിക്കുകയും മോശമായ വാക്കുകൾ പറയുകയും മോശമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകളോട് അള്ളാഹു കോപിക്കും. അവർക്ക് അള്ളാഹു നാളെ തുലാസിൽ ഘനം നൽകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ദിക്റുകളാണ്. ഞാൻ പറഞ്ഞു, അദ്കാർ സബാഹ്, അദ്കാർ മസാ, നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ, ജീവിതത്തിന്റെ നിഖില മേഖലകളുടെ ദിക്റുകൾ, സമയം നിർണ്ണയിക്കാതെ എപ്പോഴും ഉരുവിടാവുന്ന ദിക്റുകൾ, ധാരാളം ദിക്റുകളുണ്ട്. അതൊക്കെ നമ്മൾ കൊണ്ടുവരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാനി ഹബീബതാനി ഇലർ റഹ്മാൻ ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ. പരമകാരുണികന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്യങ്ങൾ, നമ്മുടെ നാവിൽ ലളിതമായിട്ട് ഒരു പ്രയാസവുമില്ലാതെ ചൊല്ലാവുന്ന, ഉരുവിടാവുന്ന രണ്ട് വാക്യങ്ങൾ, രണ്ട് ദിക്റുകൾ. തുലാസിൽ ഘനം തൂങ്ങുന്ന സഖീലതാനി ഫിൽ മീസാൻ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഏത് സമയനിർണിതമുള്ളതല്ല, സമയനിർണിതമായിട്ടുള്ള ദിക്റല്ല. രാവിലെ വൈകുന്നേരം എന്നുള്ള കണക്കൊന്നുമില്ല. എപ്പോഴും ഏത് സമയത്ത് നമുക്ക് ഒരു 10 അല്ലെങ്കിൽ 100 എന്നൊക്കെ കണക്ക് വെച്ച് ചൊല്ലാവുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. തീർച്ചയായിട്ടും ഈ ദിക്റുകൾ നമ്മൾ നിലനിർത്തിയാൽ നമ്മുടെ തുലാസിൽ ഘനം തൂങ്ങിക്കൊണ്ടിരിക്കും എന്നർത്ഥം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, അത്തുഹൂറു ശത്രുൽ ഈമാൻ. വുളു എടുക്കുക, കുളിക്കുക എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ മീസാൻ നിറഞ്ഞു നിൽക്കും. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആൻ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നീ രണ്ട് ദിക്റുകൾ അത് മീസാൻ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ദിക്റുകൾ എന്താണ്? മീസാൻ നിറഞ്ഞു നിൽക്കും. വസ്സലാത്തു നൂർ, നിസ്കാരം പ്രകാശമാണ്. വസദഖത്തു ബുർഹാൻ, സകാത്ത് അല്ലെങ്കിൽ സദഖ അത് അധികൃത പ്രമാണം, അത് അധികൃത രേഖയാണ്, അതൊരു രേഖയാണ്. വസ്സബ്റു ലിആ, സഹനം എന്നാൽ അത് വെളിച്ചമാണ്. വൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഖുർആൻ നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ തെളിവാണ്. കുല്ലുന്നാസ് യഗ്ദു, എല്ലാ മനുഷ്യരും രാവിലെ പുറപ്പെടും. നിങ്ങളും ഞാനൊക്കെ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. എന്നിട്ടോ ഫബാഇഉ നഫ്സഹു, നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, ഈ മനസ്സുണ്ടല്ലോ, അത് നമ്മൾ കച്ചവടം ചെയ്യും. ഒന്നുകിൽ ഫമുത്തിഖുഹ ഔ മൂബിഖുഹ,
നമ്മളെ ഇത്രയുമുള്ള പ്രവർത്തനങ്ങൾ, വൈകുന്നേരം വരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്നുകിൽ നമ്മൾ ഈ നഫ്സിനെ രക്ഷപ്പെടുത്തും, മോചിപ്പിക്കും നരകത്തിൽ നിന്ന്, അല്ലെങ്കിൽ നരകത്തിൽ കൊണ്ടുപോയി തള്ളിയിടും. തുലാത്തിൽ ഖനം തൂങ്ങിയാൽ രക്ഷപ്പെട്ടു, ഖനം കുറഞ്ഞാലോ? വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവർ സ്വയം നഷ്ടം വരുത്തി വെച്ചവരാണ്. ഫീ ജഹന്നമ ഖാലിദൂൻ, അവർ നരകത്തിൽ അനശ്വരരാണ്, ഖനം കുറയുന്നവർ. ഫീ ജഹന്നമ തൽഫഹു വുജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിബൂൻ, മീസാനിൽ ഖനം കുറയുന്ന ആളുകൾ നരകാഗ്നി അവരുടെ മുഖത്തെ പഴുപ്പിച്ചു കളയും, കത്തിച്ചു കളയും, അവർ പല്ലിളിച്ചു കാട്ടി കരയുന്നവരായിരിക്കും. വഹും ഫീഹാ കാലിബൂൻ എന്ന് സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, മൻ ഇഹ്തബസ ഫറസൻ ഫീ സബീലില്ലാഹ് ഈമാനൻ ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരു കുതിരയെ പിടിച്ചു വെച്ചാൽ, അള്ളാഹുവിലുള്ള വിശ്വാസത്തോടുകൂടി ശരിയായ രൂപത്തിൽ, എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനു വേണ്ടി ഒരാൾ യഥാർത്ഥ രൂപത്തിൽ ഒരുങ്ങി ഒരു കുതിരയെ തയ്യാറാക്കിയാൽ, അയാളെ സംബന്ധിച്ചിടത്തോളം ആ കുതിര അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവൻ നൽകിയിട്ടുള്ളതാണ് എങ്കിൽ കാന ശിബഉഹു വറിയുഹു വറൗസുഹു വബൗലുഹു, ആ കുതിരയുടെ വിശപ്പും ദാഹവും അതിന്റെ ചാണകവും അതിന്റെ മൂത്രവും ഹസനാത്തിൻ ഫീ മീസാനിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ മീസാനിൽ നന്മകളായിട്ട് മാറും. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരു മൃഗത്തെ സമർപ്പിച്ചാൽ അത് പരലോകത്ത് അതിന്റെ ഓരോ അവയവങ്ങളും ഓരോ സംഗതികളും അത് നമുക്ക് പരലോകത്ത് മീസാനിൽ ഖനം തൂങ്ങുന്നതാകുമെന്ന് പഠിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യശ്ഫഅ ലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എനിക്ക് നേട്ടമുണ്ടാകാൻ അങ്ങ് റബ്ബിനോട് ദുആ ചെയ്യണം, ശഫാഅത്ത് ചെയ്യണം എന്ന് ഞാൻ നബിയോട് ആവശ്യപ്പെട്ടു. അനഫായിൽ ഫഖാല അനഫായിൽ, നബി പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം. ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഫഅയ്ന അത്ലുബുക്, എവിടെ വെച്ചാണ് ചോദിക്കേണ്ടത്? നബി മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോഴല്ല നബിയോട് ശഫാഅത്ത് ചോദിക്കേണ്ടത്, എവിടെ വെച്ചാണ് ഞാൻ ചോദിക്കേണ്ടത് ചോദിച്ചു. ഏത് സ്ഥലത്ത് വെച്ചാണ് അങ്ങയോട് എനിക്ക് ശഫാഅത്ത് ചോദിക്കാൻ പറ്റുക? അപ്പം പറഞ്ഞു, നേരിട്ട് കാണുമ്പോൾ. അപ്പം മരിച്ചു കഴിഞ്ഞാലില്ല, നേരിട്ട് കാണുന്നപ്പോഴാ തുലുബിനി അവലമാത്ത തുലുബിനി അല സിറാത്ത്, സിറാത്തിന്റെ അരികിൽ നിനക്ക് എന്നെ കാണാം. അപ്പൊ എന്നെ കാണുക നബിയെ, എനിക്ക് ശഫാഅത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി ശഫാഅത്ത്, സിറാത്തിൽ കാണുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ, അല്ലാതെ മരിച്ച് കബറിൽ കിടക്കുന്ന നബിയെ വിളിച്ചാലല്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അൽഖിക അല സിറാത്ത്, സിറാത്തിന്റെ അരികിൽ നബിയെ താങ്കൾ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ഫത്ലുബ്നി ഇൻദൽ മീസാൻ, മീസാനിൽ കർമ്മങ്ങൾ തൂക്കുന്നിടത്ത് നിനക്ക് എന്നെ കാണാം. അപ്പൊ നീ എന്നോട് ചോദിക്കണം, ഫഇല്ലം അൽഖിക ഇൻദൽ മീസാൻ, മീസാന്റെ അരികിൽ നിങ്ങൾ എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം, അപ്പൊ ഞാൻ എവിടെ വെച്ച് ശഫാഅത്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെടും. ഖാല ഫത്ലുബ്നി ഇൻദൽ ഹൗൽ, ഹൗലിന്റെ അരികിൽ. ഹൗൽ എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നീ എന്നെ കാണും. ഫഇന്നീ ലാ അഖ്തഉ ഹാദിഹി സലാത്തുൽ മവാഖിൻ, ഈ മൂന്നിലൊരു സ്ഥലത്ത് എന്നെ നീ കാണാതെ പോവുകയില്ല എന്ന് ആരോട് പറഞ്ഞു? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ സുനനിൽ സ്വഹീഹായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. നാളെ അതീവ കൃത്യമായി നമ്മുടെ അമലുകൾ തൂക്കിക്കണക്കാക്കുന്ന മീസാനുകൾ സ്ഥാപിക്കപ്പെടുമ്പോൾ മീസാനിൽ ഖനം തൂങ്ങുന്ന വിജയികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ കൊണ്ടും അശ്രദ്ധകൾ കൊണ്ടും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പൂർണ്ണമായും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വീട്ടിലും ഹോസ്പിറ്റലുകളുമായി, വീടുകളിലും അതേപോലെ മറ്റു പല സ്ഥലങ്ങളിലുമായി രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. മുസ്ലിങ്ങളായി പോയതിൻ്റെ പേരിൽ മാത്രം ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലവും അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് തുറവിയും ശത്രുക്കൾക്ക് ശക്തമായ നാശവും അപമാനവും പതനവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من هوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على من لا نبي بعده.